അങ്ങനെ മറ്റൊരു ചവിട്ടുനാടകം കൂടി അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസിനും വേണ്ടി പരക്കം പായുന്നവർക്ക് PV അൻവർ ജൂൺ 19 വരെ വാർത്തകൾ നിർബാധം സൃഷ്ടിക്കും. അത് അവരുടെ കാര്യം, എന്തെങ്കിലും ആവട്ടെ. രാഷ്ട്രീയ പ്രബുദ്ധരായ കേരളീയർ ഒരു ഹാസ്യ പ്രകടനം കാണുന്നത് പോലെ ഇതൊക്കെ കണ്ട് ആഞ്ഞാനിച്ചിരിക്കും. നടക്കുന്നതിന് മുൻപേ ഓടാൻ തുനിഞ്ഞ തങ്ങളുടെ നേതാവിനെ കുറിച്ചോർത്ത് അവർ പരിതപിക്കും. നിലമ്പൂരിൽ ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ ജൂൺ 19 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ ചിത്രം ഇതിനോടകം തന്നെ വ്യക്തമാണ്. UDF-കാർ ആര്യാടൻ ഷൗക്കത്തിന് പിന്നിൽ അണിനിരക്കും. CPM-ഉം LDF-ഉം M സ്വരാജിൽ അവർ ഒരു സാരഥിയെ കാണുന്നുണ്ട്. അൻവറിനെ പോലെ തന്നെ NDA-യുടെ കാര്യവും തീർത്തും സങ്കടകരമാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കുലങ്കഷിതമായി ചർച്ചയിലാണെന്ന് പോലും ആർക്കും അറിയില്ല. അവർ ഇനി എന്തു ചെയ്യുമെന്നോ. വടക്കൻ കേരളത്തിലെ മറ്റ് ഇടങ്ങളെ പോലെ തന്നെ നിലമ്പൂരിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കനത്ത മഴയാണ്. എന്നാൽ തണുപ്പിന് പകരം അവിടെ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലം കനത്ത ചൂടാണ്. നാലാൾ കൂടുന്നിടത്തെല്ലാം നിർണായകമായ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വെന്നിക്കൊടി പാറിക്കുമെന്നാണ് ചൂടേറിയ ചർച്ചകൾ നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും മുൻപ് സമ്മതിദാനാവകാശം ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടുത്തെ ജനം. ഒരു നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് തുടങ്ങി 7 പഞ്ചായത്തുകളും അടങ്ങുന്ന നിലവിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. മൊത്തം വോട്ടർമാരുടെ എണ്ണം 2,32,384 1,13,486 പുരുഷ വോട്ടർമാരും 1,11,889 സ്ത്രീ വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡേഴ്സും ആണ് അവിടെ ഉള്ളത്. പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 263 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ആരംഭിച്ചു. നിലമ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിലും മറ്റു സമുദായങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർണായക പങ്ക് വഹിക്കുന്ന മണ്ഡലം കൂടിയാണ്. രാഷ്ട്രീയത്തിലുപരി നിലമ്പൂരുകാർ, പ്രത്യേകിച്ച് മലയോര പ്രദേശത്ത് കുടിയേറിയിട്ടുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം വന്യജീവി ആക്രമണമാണ്. ഇത് തന്നെ ആയിരിക്കും ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന ഏറ്റവും പ്രധാന വിഷയവും. ഇതോടൊപ്പം തന്നെ ഈ അടുത്തിടെ ഉണ്ടായ നാഷണൽ ഹൈവേയിലുള്ള അശാസ്ത്രീയ നിർമ്മാണവും ക്ഷേമ പദ്ധതികളിൽ നിന്നുള്ള ഗവൺമെന്റിന്റെ പിന്മാറ്റവും യുവാക്കൾക്കെതിരെയുള്ള അതിരുകടന്ന പോലീസിന്റെ കടന്നാക്രമണവും ഈ പ്രദേശത്തെ ആകെ കഴിഞ്ഞ 9 കൊല്ലമായി ഭരിക്കുന്ന പിണറായി സർക്കാരിനോട് വലിയ ജനരോക്ഷമാണ് പ്രതിഫലിപ്പിക്കുന്നത്. താരതമ്യേന ചെറുപ്പക്കാരനായ M സ്വരാജിനെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇതൊക്കെ എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് സംശയകരമാണ്. മറുവശത്ത് തന്റെ പിതാവിന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടിയാണ് ഷൗക്കത്ത് മുന്നേറുന്നത്. 2016-ലും 2021-ലും UDF-ന് ഈ സീറ്റ് നഷ്ടപ്പെടാൻ പ്രധാന കാരണം UDF-നുള്ള പടലപ്പിണക്കങ്ങളും കോൺഗ്രസിനിടയിലുള്ള പടലപ്പിണക്കങ്ങളും ആണെങ്കിൽ ഇന്ന് അതൊക്കെ പഴങ്കഥയാണ്. ഇത് തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് വ്യക്തമായ ഒരു മുൻതൂക്കം ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്ന് ഗ്രൗണ്ട് സീറോ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ജൂൺ 18-ന് ശേഷം ഗ്രൗണ്ട് സീറോ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേയിൽ ഷൗക്കത്ത് കുറഞ്ഞപക്ഷം 7000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് കരുതുന്നത്. ഈ വിജയം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്, അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് ഒക്കെ കോൺഗ്രസിന് UDF-നും സംബന്ധിച്ചിടത്തോളം ഒരു ചവിട്ടുപടിയായിരിക്കും. രാഷ്ട്രീയ ചവിട്ടുനാടകമല്ല ജനം ആഗ്രഹിക്കുന്നത്, മറിച്ച് അവർക്ക് സ്വൈര ജീവിതം ഉറപ്പുവരുത്തുന്ന ഒരു ജനനേതാവിനെയാണ് നിലമ്പൂർക്കാർ ഇന്ന് ആഗ്രഹിക്കുന്നത്. അവരത് ആര്യാടൻ ഷൗക്കത്തിൽ തന്നെ കാണുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.